നമുക്ക് കറി വെക്കാനായിട്ട് കിട്ടിയിട്ടുള്ള ആടിൻ്റെ ബോട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തു. അതിനുശേഷം നന്നായി കഴുകി വാരി അത് ഒന്ന് നടുവേ പിളർന്ന് കൊടുത്തു, കുടലൊക്കെ ഒന്ന് നടുവേ പിളർന്ന് കൊടുത്തു. അതിനുശേഷം വീണ്ടും നന്നായി കഴുകി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേറൊന്നും അതിലേക്ക് ചേർക്കേണ്ട. അപ്പോൾ കുക്കർ അടക്കാനൊക്കെ മോന് വന്നൊന്ന് സഹായിച്ചു തന്നു. സുന്നത്ത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അവന് ഒരാഴ്ച സ്കൂളിൽ ലീവായിരുന്നു. അപ്പോൾ നമ്മളത് കുക്കറിൽ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ജീരകവും കുരുമുളകും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് അതേ ചട്ടിയിൽ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ നന്നായി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. കുറഞ്ഞ തീയിലൊന്ന് ഡ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും അതേപോലെ കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരല്പം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി സിമ്മിലിട്ടിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്ത് അതൊന്ന് നന്നായി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇതിലും കൂടുതൽ ഡ്രൈ ആക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇത്രയും ഡ്രൈനെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പേ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.